നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനാധിപത്യ പ്രക്രിയയെ അടുത്തറിയാൻ കുട്ടി പാർലമെന്റ് സംഘടിപ്പിച്ച വലപ്പാട് SSRC സ്കൂൾ. BJP എടമുട്ടം ശക്തി കേന്ദ്രയുടെ നേതൃത്വത്തിൽ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് അംഗത്വ പരിശോധന. നാട്ടിക പുതിയങ്ങാടി മോഡൽ ഹൈസ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. വലപ്പാട് SSRC സ്കൂളിൽ കുട്ടികളുടെ പാർലമെന്റ് യോഗം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ പരിപാടിയായ സമേതത്തിന്റെ ഭാഗമായാണ് സ്കൂളിൽ തദ്ദേശ സമേതം എന്ന പേരിൽ കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മറുപടി പറയാൻ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം പറയാനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ജനാധിപത്യ രീതിയിൽ പാർലമെന്റ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും നിങ്ങളതിൻ്റെ പങ്കാളികളാവുകയും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്ന ഈ തദ്ദേശ സമേതം എന്ന പരിപാടിയുടെ ജില്ലാതല ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമേതം എന്ന പദ്ധതി ജില്ലാ ആസൂത്രണ ബോർഡാണ് അതിൻ്റെ ചുമതല വഹിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട്. 86 പഞ്ചായത്തുകൾ, 17 ബ്ലോക്കുകൾ, 7 മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ, അതുമാതിരിയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും വിഹിതം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിന്നി ജോർജ്, വലപ്പാട് കൃഷി ഓഫീസർ ലക്ഷ്മി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ EP അജയഘോഷ്, അനിത ത്രിദീപ് കുമാർ, ഷൈൻ നെടിയിരിപ്പിൽ, സിജി സുരേഷ്, KK പ്രഹർഷൻ, പള്ളിപ്രം GFLP സ്കൂൾ ഹെഡ് മിനിസ്ട്രസ് സൽമ, PTA പ്രസിഡന്റ് ജിജോ ചിറ്റിലപ്പള്ളി, വലപ്പാട് സ്കൂൾ ഹെഡ് മിനിസ്ട്രസ് TG ഷീജ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, മറ്റു മെമ്പർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. മുതിർന്നവർ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയും നിർദ്ദേശങ്ങളും നൽകി. ചീഫ് മിനിസ്റ്റേഴ്സ് പ്രതിഭാ പുരസ്കാരത്തിന് നാട്ടിക ശ്രീനാരായണ കോളേജിലെ 2ാം വർഷ മലയാള ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായ നിതിൻ ദാസ് അർഹനായി. ബിരുദ പഠന കാലയളവിലെ അക്കാദമിക മികവിന് സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി നൽകുന്ന സ്കോളർഷിപ്പ് അവാർഡാണിത്. ജനുവരി 25-ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംബന്ധിക്കുന്ന ചടങ്ങിൽ വെച്ച് പ്രതിഭാ പുരസ്കാരം നിതിൻ ഏറ്റുവാങ്ങും. ഓർബിറ്റ് ഗ്രാമ്യ ചാനലിലെ വാർത്താ അവതാരകനും സ്റ്റേജ് ഷോ അവതാരകനുമാണ് നിതിൻ ദാസ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ താന്യം യൂണിറ്റ് 32ാം വാർഷിക പൊതുയോഗം പെരിങ്ങോട്ടുകര LP സ്കൂളിൽ നടന്നു. യൂണിറ്റ് രക്ഷാധികാരിയും മുൻ സംസ്ഥാന ബ്ലോക്ക് ജില്ലാ കമ്മിറ്റി അംഗവുമായ PR സിദ്ധാർത്ഥൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ 10 കൊല്ലം ഞാൻ അവിടെ ബ്ലോക്ക് സെക്രട്ടറിയായി തുടർന്നു. പിന്നെ ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കൗൺസിൽ ഒക്കെ പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ തൃശ്ശൂരിലെ ഇന്നത്തെ ഓഫീസും പണിതത്. അതിന് ചെമ്പൂക്കാലിന് മുമ്പൊരു 3.5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. സാഹിത്യ അക്കാദമിയുടെ വടക്കേ ഭാഗത്ത് ഒരു ചെറിയ കെട്ടിടവും, ഒരു മേശ ഇടാനും കസേര ഇടാനും ഒരു ബെഞ്ച് ഇടാനുള്ള സൗകര്യം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അത് വിറ്റു ഇവിടെ ഈ അയ്യന്തോളിൽ സ്ഥലം വാങ്ങിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KR ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PN പ്രദീപ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ജോയിന്റ് സെക്രട്ടറി VN വിജയ ഗോപാലൻ സംഘടനാ റിപ്പോർട്ടും ട്രഷറർ AK രാജൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു.
ജില്ലാ കമ്മിറ്റി അംഗം NK സുധീരൻ, ബ്ലോക്ക് സെക്രട്ടറി TK പീതാംബരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TK രാധാമണി, ബ്ലോക്ക് ട്രഷറർ EV ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ KP ദിനേശൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് M സതീദേവി, VK ഉഷ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കേരള കർഷക സംഘം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ KP അരവിന്ദാക്ഷൻ ഓർമ്മദിനം ആചരിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം മണലൂർ ഏരിയ സെക്രട്ടറി VN സുർജിത്ത്, CPM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, കർഷക സംഘം മേഖലാ സെക്രട്ടറി PS പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. BJP എടമുട്ടം ശക്തി കേന്ദ്രയും എടമുട്ടം ഡിജിറ്റൽ സേവ കോമൺ സർവീസ് സെന്ററും സംയുക്തമായി ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് അംഗത്വ പരിശോധനയും ഹെൽത്ത് കാർഡ് PM വിശ്വകർമ്മ യോജന രജിസ്ട്രേഷനും നടത്തി. സുനിത രജീഷ് കൊട്ടുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ഷൈജു കൊട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു. സുനിൽ തൈവളപ്പിൽ, അശോകൻ കൊണ്ടിയാറ, വാസന്തി അശോകൻ, ഉണ്ണികൃഷ്ണൻ ആളുപറമ്പിൽ, രജീഷ് കൊട്ടുങ്ങൽ, ധനീഷ് മടത്തിപ്പറമ്പിൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. JCI തൃപ്രയാറിന്റെ നേതൃത്വത്തിൽ സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. കേക്ക് മുറിച്ചാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പ്രസിഡന്റ് അഞ്ജലി മനോജ്, സെക്രട്ടറി കൃഷ്ണ ഷൈൻ, സോൺ വൈസ് പ്രസിഡന്റ് സൂരജ് വേളയിൽ, പ്രോഗ്രാം കോർഡിനേറ്റർ അഭിഷേക്, മുൻ പ്രസിഡന്റ് AA ആന്റണി, ട്രഷറർ സലാഹുദ്ദീൻ, ധന്യ ഷൈൻ, ഹരി ജയറാം, കുന്നത്ത് മനോജ്, വീണ ഹരി, വിഷ്ണു മുരളി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് സാന്ത്വനത്തിലെ കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഗജരാജൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ശീവേലിക്കായി എത്തി. നീരുകാലം കഴിഞ്ഞ് എല്ലാ വർഷവും തൃപ്രയാർ തേവരെ വണങ്ങിയാണ് ഉത്സവ സീസണ് രാമൻ തുടക്കം കുറിക്കാറുള്ളൂ. ആ പതിവ് ഇക്കൊല്ലവും തെറ്റിച്ചില്ല. പക്ഷേ ആരാധകരെയെല്ലാം നിരാശരാക്കി ഇക്കൊല്ലത്തെ രാവിലത്തെ ശീവേലിക്കായാണ് എത്തിയത്. എല്ലാ വർഷവും വൈകിട്ടാണ് ശീവേലി എടുക്കാറുള്ളത്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. നീര് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങൾക്കുള്ളിൽ രാമൻ തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തുമെന്ന് അറിഞ്ഞിരുന്നു. രാവിലത്തെ ശീവേലിക്കായി പുലർച്ചെ രാമൻ എത്തിയത് ആരും അറിഞ്ഞതുമില്ല. അതുമൂലം അധികം തിക്കും തിരക്കും ഉണ്ടായതുമില്ല. ശീവേലി കഴിഞ്ഞ് തേവരെ വണങ്ങി പ്രസാദവും കഴിച്ചാണ് രാമൻ മടങ്ങിയത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ ത്രിപ്രയാർ. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്,
ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. നാട്ടിക പുതിയങ്ങാടി മോഡൽ ഹൈസ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എന്തായാലും നമ്മുടെ സ്ഥാപനം 19 വർഷക്കാലം പിന്നിട്ടപ്പോൾ വളരെയേറെ മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ അതിൻ്റെ ആശയങ്ങൾ എത്തിച്ചേരുവാനും മാതൃകപരമായ പ്രവർത്തനം നടത്തി മുന്നേറുവാനും കഴിഞ്ഞ ഒരു സ്കൂൾ വളരെ ഒരു മെച്ചപ്പെട്ട ഒരു സാഹചര്യം സൃഷ്ടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഏറ്റവും പാവപ്പെട്ട കുട്ടികളെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ത്യാഗോജ്വലമായ പങ്കുവയ്ക്കാൻ കഴിവുള്ള നമ്മുടെ മാനേജ്മെൻറ്റ്. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പഴയകാല ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ പഴയകാലത്ത് നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസം ലഭിക്കുക എന്ന് പറഞ്ഞൊരു സ്വപ്നമായിരുന്നു. സാമ്പത്തിക ഭദ്രതയുള്ളവർക്ക് മാത്രമേ ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നുള്ളൂ. അതൊക്കെ മാറി. അതാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം, കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം വാടാനപ്പള്ളി ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ CK ഹനീഫ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ PS സൈനുദ്ദീൻ, അന്നപ്പള്ളി ഓർഫനേജ് അഡ്മിനിസ്ട്രേറ്റർ MA ആദം, സെക്രട്ടറി RK ഖാലിദ്, PTA പ്രസിഡന്റ് PM മസൂദ്, സ്കൂൾ ലീഡർ VR മിഷാൽ എന്നിവർ സംസാരിച്ചു. പരീക്ഷകളിലും കായിക ശാസ്ത്ര മേഖലകളിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് അമീൻ, ഏഷ്യൻ ഗെയിംസ് സിൽവർ മെഡൽ ജേതാവ് ആൻസി സോജൻ എന്നിവരെയും മൊമന്റോ നൽകി അനുമോദിച്ചു. സ്കൂൾ വാർഷിക പതിപ്പ് മാതൃകാ ശബ്ദത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. എടതിരുത്തിയിൽ നാടകപ്രവർത്തകനായ R ഇന്ദ്രനാഥ് എന്ന രവി കൊല്ലാറയെ അനുസ്മരിച്ചു. പുളിഞ്ചോടിൽ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിന്റെ ഭാഗമായി ഫാസിസ്റ്റ് കാലത്തെ കലയും കലാകാരന്മാരും എന്ന വിഷയത്തിൽ ചർച്ചയും നടന്നു. അനുസ്മരണ സമിതി കൺവീനർ ഖാൻ ജൂലിയറ്റ് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ PC അജയൻ ആമുഖ പ്രഭാഷണം നടത്തി. പ്രഭ പ്രമീള VR, AV സദാനന്ദൻ, KG സുരേന്ദ്രൻ, അഷയ് ചൂലൂർ, PN പ്രൊവിൻഡ്, നൌഷാദ് പാട്ടുകുളങ്ങര, ബ്രൈറ്റ് വലപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യന്റെ കാര്യങ്ങൾ 10% ഉള്ളിൽ വെക്കും, 2 പുറത്തേക്ക് വിടുള്ളൂ. അതാണ് 10 2 പുറത്ത് നാടകം ആളെ അയപ്പെട്ടി 2 എറാത്തിരുന്നു. ഞാൻ പ്രസംഗിക്കാനൊന്നും അത്ര വലിയ പവറൊന്നും അറിയില്ല എനിക്ക്. എന്നാലും ഞാൻ എൻ്റെ നാടൻ ശൈലിയിൽ പറയുന്നത്, ഞാൻ കർഷക തൊഴിലാളിയുടെ മകനാണ്. അപ്പോൾ ഞാൻ അതേ രീതിയിലേ പറയാൻ പറ്റുള്ളൂ. നാടകം അഭിനയിക്കും, ഏത് കഥാപാത്രം ഞാൻ നോക്കി അഭിനയിക്കും. ധൈര്യം വെച്ച് മറ്റുള്ളവരെ മാതിരി ഞാൻ അതായിരുന്നു എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ആ കഥാപാത്രം ഞാൻ അവതരിപ്പിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ അങ്ങനെ പറയുന്നത്. തൃപ്രയാർ ദേശവിളക്കിന്റെ ഭാഗമായി വിളക്ക് പന്തലും വീതിയിലെ അലങ്കാര ശില്പങ്ങളും ഭക്തരുടെ മനം കവർന്നു. വൈകിട്ട് ദേശത്തെ പാണ്ടൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നായിരുന്നു പാലക്കൊമ്പെഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. നാട്ടിക ശ്രീ ഭദ്രകാളി മായങ്കാവ് ക്ഷേത്രത്തിൽ അശ്വതിവേലയും സുരേഷ് സ്വാമി ജയന്തിയും ഈ മാസം 17, 18 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികളായ മഠാധിപതി അനന്തു സുരേഷ്, വിപിൻ സാഗർ, ഇഴുവൻ പറമ്പിൽ, AN സിദ്ധപ്രസാദ് എന്നിവർ തൃപ്രയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 17 രാവിലെ മുതൽ മഹാഗണപതി ഹോമം, രൂപകളത്തിലേക്ക് എഴുന്നള്ളിപ്പ്, നവകാഭിഷേകം, രൂപകളത്തിൽ നൃത്തം എന്നിവ നടക്കും. 18 മഹാവിഷ്ണുവായ സ്വാമിയുടെ പരിവാര സമേതമായ എഴുന്നള്ളിപ്പ്, രൂപകളത്തിൽ നൃത്തം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉത്സവാഘോഷങ്ങൾക്ക് ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് അന്തിക്കാട് സ്വദേശിയായ വീട്ടമ്മ. അന്തിക്കാട് ക്ഷേത്ര സമീപം താമസിക്കുന്ന പട്ടാട്ട് നസീമ അബ്ദുള്ളയാണ് ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമാകുന്നത്. പൂരപ്രേമികൾ ഒഴുകിയെത്തുന്ന ഉത്സവാഘോഷത്തിന് ക്ഷേത്രത്തിന് സമീപമുള്ള വഴി വൃത്തിയാക്കുന്ന തിരക്കിലാണ് നസീമ അബ്ദുള്ള ഇപ്പോൾ. പാഴ്ചെടികളും പുല്ലും മറ്റും വളർന്ന് കാടുപിടിച്ച വഴി ഇപ്പോൾ ക്ലീൻ ആയി കഴിഞ്ഞു. ഇനി ഉത്സവത്തിന്റെ ആരവങ്ങൾക്കുള്ള കാത്തിരിപ്പിലാണിവർ.
വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി വേലാഘോഷം ഈ മാസം 17, 18, 19 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് ഷിനോദ് കുട്ടമ്പാറൻ, ജനറൽ സെക്രട്ടറി മോഹൻദാസ് ഇത്തിക്കാട്ട്, ജനറൽ കൺവീനർ പീതാംബരൻ കുറുക്കംപര്യ എന്നിവർ തൃപ്രയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 17 വൈകിട്ട് 5 ആനച്ചമയ പ്രദർശനം, 7 നൃത്തശില്പം എന്നിവ നടക്കും. 18 ക്ഷേത്ര ചടങ്ങുകൾ, വൈകിട്ട് 4 കൂട്ടിയെഴുന്നള്ളിപ്പ്, 7 നിറമാല, ദീപാരാധന, വർണ്ണമഴ, കേളി, തായമ്പക, 8 നൃത്തോത്സവം എന്നിവയും നടക്കും. 19 പുലർച്ചെ 2:30 താലപ്പൊലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് മൂക്കൻ ചാത്തൻ കാളി എന്നിവയും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വാമി പട്ടരുപുരയ്ക്കൽ, EP രത്നാകരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ തിരുനാളിന് തുടക്കമായി. വെള്ളിയാഴ്ച രാവിലെ നടന്ന തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രസുദ്ധേന്തി വാഴ്ച, അമ്പുവെഞ്ചരിപ്പ് എന്നിവ നടന്നു. ഇടവക വികാരി ഫാദർ ജോസ് ചെക്കാലയ്ക്കൽ കൊടിയേറ്റം നടത്തി. സഹവികാരി ഫാദർ മിഥുൻ ചുങ്കത്ത്, കൈകാരന്മാരായ വിൻസെന്റ് പള്ളിക്കുന്നത്ത്, ആന്റണി വടക്കേത്തല, TL ജോസഫ്, സാബു മാളിയേക്കൽ, ജനറൽ കൺവീനർ ജെയ്സൺ പോൾ തേക്കാനത്ത്, ജോയിന്റ് കൺവീനർ സണ്ണി വടക്കേത്തല, വിവിധ കമ്മിറ്റി കൺവീനർമാർ, ഇടവക അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വൈകിട്ട് തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത വികാരി ഫാദർ ജോസ് വള്ളൂരാൻ കാർമ്മികനായി. തുടർന്ന് കൂട് തുറക്കൽ ശുശ്രൂഷയും നടന്നു. കാഞ്ഞാണി സെന്റ് തോമസ് പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം സിസ്റ്റർ ലൈസ കുര്യാക്കോസ് നിർവഹിച്ചു. വിശുദ്ധ സെബസ്ത്യാനോസ് കാണിച്ചു തന്ന നല്ല മാതൃകകൾ ജീവിതത്തിൽ പ്രകർത്തിക്കൊണ്ട് പ്രകാശത്തിന്റെ മക്കളായി നമ്മൾ തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നു. ഞായർ രാവിലെ 10 തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ വിൻസെന്റ് പിടിയത്ത് മുഖ്യ കാർമ്മികനാകും. വൈകിട്ട് 4:30 കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം ഉണ്ടാകും. തുടർന്ന് KCYMന്റെ നേതൃത്വത്തിൽ കാഞ്ഞാണി സെന്ററിൽ നിന്നും 7 മണിക്ക് സഹത ആരംഭിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് ചാലക്കുടി ബ്ലൂ മാക്സ് അവതരിപ്പിക്കുന്ന മെഗാ ഷോ അരങ്ങേറും. തിരുനാളിന്റെ 8ാം വനത്തിൽ ഇടവകയിലെ 150 കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ചരിത്ര നാടകം ഡിദിമോസ് ഉണ്ടായിരിക്കും. വികാരി ഫാദർ റാഫിൽ തട്ടിൽ, ട്രസ്റ്റിമാരായ തോമസ്, ഫ്രാൻസിസ് CC, ഫ്രാൻസിസ് CV, ജനറൽ കൺവീനർ ആബിഡ് ബിജു എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യ പ്രക്രിയയെ അടുത്തറിയാൻ കുട്ടി പാർലമെന്റ് സംഘടിപ്പിച്ച വലപ്പാട് SSRC സ്കൂൾ. BJP എടമുട്ടം ശക്തി കേന്ദ്രയുടെ നേതൃത്വത്തിൽ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് അംഗത്വ പരിശോധന. നാട്ടിക പുതിയങ്ങാടി മോഡൽ ഹൈസ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.